വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. നൈൻറ്റീസ് ലൈഫ് ഇസ് മോഷൻ. കുറേ നാളായി നമ്മൾ ഒരു ലോങ് വീഡിയോ ചെയ്തിട്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു കുക്കിംഗ് വീഡിയോ ആണ്. അത് നോ ബേക്ക്ഡ് മാംഗോ ചീസ് കേക്കാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. ഇപ്പോഴറിയാം, സ്കൂൾ സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ നമ്മളുടെ മക്കൾക്ക്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് സ്കൂളിൽ മാംഗോ ഡേ സെലിബ്രേഷൻ ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ്. അമ്മമാർക്ക് വേണ്ടിയിട്ട് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ വേണ്ടി പറ്റുന്നതാണ്. ആദ്യം ഒരു ഗുഡ് ഡേൻ്റെ ബിസ്ക്കറ്റ് എടുക്കുക. അത് ഫുൾ ഒരു ജാറിലിട്ടിട്ട് അത് നല്ലപോലെ ക്രഷ് ചെയ്യുക. ഒട്ടും സോളിഡ് പാർട്ടിക്കിൾ ഉണ്ടാകാൻ വേണ്ടി പാടില്ല. നല്ലപോലെ ക്രഷ് ചെയ്ത് പൗഡർ രൂപത്തിൽ ആക്കുകയാണ് വേണ്ടത്. ഒരു ഗുഡ് ഡേൻ്റെ പാക്കറ്റിൽ ഒരു 30 ബിസ്ക്കറ്റോളം ഉണ്ടാകും. നല്ലപോലെ ഗ്രൈൻഡ് ചെയ്ത് മാറ്റി വെക്കുക. ഇതാ, അതിലുണ്ടാകുന്ന ആ സോളിഡ് പാർട്ടിക്കിൾ ഉണ്ടാവാൻ വേണ്ടി പാടില്ല. ഇനി ഇങ്ങനെയൊരു കണ്ടെയ്നറിലാണ് നമ്മൾ ഇന്ന് മാംഗോ ചീസ് കേക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. എല്ലാ ബിസ്ക്കറ്റിൻ്റെ പൗഡേഴ്സും ഏറ്റവും അടിയിലത്തെ ലെയറിൽ ഇങ്ങനെ ഒഴിക്കുക, ഇങ്ങനെ ഇടുക. എന്നിട്ട് നമ്മൾ ബട്ടർ അല്ല കേട്ടോ, ബട്ടർ ഇങ്ങനെ ബോയിൽ ചെയ്തിട്ട് മാറ്റി വെക്കുക. പിന്നെ ബദാം കൂടി എടുക്കണം, ഒരു നല്ലൊരു ലുക്കിന് വേണ്ടിയിട്ടാണ്. അതിന് ശേഷം ബട്ടർ ഇങ്ങനെ മെൽറ്റ് ചെയ്തിട്ട് എടുത്തിട്ട് അതിൻ്റെ കൂടെ തന്നെ ഈ ബദാം ഇതേപോലെ ക്രഷ് ചെയ്യുക. ഒരു പനീർ കൂടി എടുക്കാനുണ്ട്. പനീർ ഇതേപോലെ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. പനീറിലേക്ക് നല്ല ഹണി, ചീസ് ഒക്കെ ഇട്ടിട്ട് നല്ലോണം ബ്ലെൻഡ് ചെയ്യുക. ഇതേപോലെ നല്ല വെണ്ണ പരുവത്തിൽ ആവണം. അത് മാറ്റി വെക്കുക. ഇനി ഒരു 2 മാംഗോ എടുത്തിട്ട് അതിന് തൊലിയൊക്കെ കളഞ്ഞ് ഇങ്ങനെ വേറൊരു ജാറിൽ ഗ്രൈൻഡ് ചെയ്ത് ഇനി ഒരു ടിന്നിൻ്റെ പാത്രത്തിലേക്ക് നമ്മൾക്ക് അത് സെറ്റ് ചെയ്ത് വെക്കാവുന്നതാണ്. ആദ്യം ഒരു അടിയിലത്തെ ലെയറിൽ ബിസ്ക്കറ്റ് ടാപ്പ് ചെയ്തിട്ട് അതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു വെച്ച അതൊക്കെ കൂടി ബ്ലെൻഡ് ചെയ്തത് ഒഴിക്കുക. അതിൻ്റെ മുകളിലേക്ക് ബദാം കൂടി ആഡ് ചെയ്യുക. ഏറ്റവും ടോപ്പിലത്തെ ലെയറിൽ ഇങ്ങനെ മാംഗോ ഗ്രൈൻഡ് ചെയ്ത് വെക്കുക. അതിൻ്റെയും ടോപ്പിലത്തെ ലെയറിൽ ഒരു നല്ലൊരു ലുക്കിന് വേണ്ടിയിട്ട് ബദാം ക്രഷ് ചെയ്തത് ആഡ് ചെയ്യുക. പിന്നെ കുറച്ച് മാംഗോ നമ്മൾ സ്മോൾ ക്യൂബിക് ഷേപ്പിൽ മുറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതും കൂടി ഒരു ഡെക്കറേഷന് വേണ്ടിയിട്ട് ആഡ് ചെയ്യുക. കാരണം പൊന്നോമനകൾക്ക് ഒരു അറിയണ്ടേ ഇതൊരു മാംഗോ ആണെന്ന്. അപ്പോൾ അവരെ അട്രാക്റ്റ് ചെയ്യാൻ കൂടിയാണ് ഇങ്ങനെ ആക്കുന്നത്. അപ്പോൾ ടോപ്പ് ലെയർ ഇങ്ങനെയാണ് വരിക. അടിയിലത്തെ ലെയറിൽ ബിസ്ക്കറ്റും ബട്ടറും കൂടിയിട്ട് ആഡ് ചെയ്തത്. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക്. എല്ലാവർക്കും ഇഷ്ടപ്പെടുക കേട്ടോ. എന്നിട്ട് ഇത് ഓവർനൈറ്റ് ഫ്രീസറിൽ വെക്കുക. രാവിലെ മക്കൾക്ക് പാക്ക് ചെയ്ത് കൊടുക്കുക.